ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങാതെ തന്നെ നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള പോപ്കോൺ ഇങ്ങനെ വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള കോൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായ ശേഷം അതിലേക്ക് കോൺ ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലുള്ള കോണ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഉണ്ടാക്കാനുണ്ടാവും കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണേക്കാളും നല്ല ടേസ്റ്റ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നന്നായി ചൂടായ ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് മുഴുവനൊന്ന് പൊട്ടി വരും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ നമുക്ക് ഏകദേശം മുഴുവൻ തന്നെ പൊട്ടി കിട്ടിയിട്ടുണ്ടാവും. ഏതെങ്കിലുമൊക്കെ പൊട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് ആ ചൂട് കിടന്നിട്ട് തന്നെ പൊട്ടും കേട്ടോ. ഇതുപോലെ അപ്പോൾ നമ്മൾ നല്ലോണം പൊട്ടി തെറിക്കുന്ന സമയത്ത് ഒരിക്കലും ഈ അടുപ്പ് തുറന്ന് നോക്കരുത്. അപ്പോൾ പുറത്തേക്കൊക്കെ പൊട്ടി തെറിക്കുവേ. ഇത് കാണാൻ നല്ല രസമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ആ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ ഇതിൽ കട്ട് ചെയ്യാഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് 2 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പോപ്കോൺ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ റെഡിയാക്കാത്തവരൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ കാരമൽ ചെയ്തിട്ടുള്ള പോപ്കോണാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ഇതിന്ന് പകുതി മാറ്റിയെടുത്തിട്ട് നമുക്ക് വേറൊരു പാന് ചൂടാക്കിയിട്ട് അതിൽ 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് മെൽറ്റാക്കി ഒരു ഗോൾഡൻ ബ്രൗൺ നിറയണ സമയത്ത് ഇതിലേക്ക് പോപ്കോൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള കാരമൽ പോപ്കോൺ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.